20,000 ഒരു കിടിലൻ സെഡാൻ നമുക്ക് ഇറക്കി വീട്ടിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. ഇപ്പോൾ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സീറ്റിന്റെ അപ്പോൾസ്റ്ററി ഒക്കെ രണ്ടാമത് എക്സ്ട്രാ ചെയ്തതാണ്. അത് പറയുന്നത് ഫോൾക്സ്വാഗന്റെ പോളോയാണ്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെ ഒരു വെള്ളമൊക്കെ ഇത് കാറിലേക്ക് വീഴാൻ കാര്യമല്ലേ. ഇത് മണ്ട പോയതെങ്ങാനുള്ള ഈ വെള്ളമൊക്കെ ഇവിടെ നിന്ന് വന്നേ ഗൈസ്. നിഗൂഢമായ ഒരു വെള്ളമൊക്കെ ഇവിടെ കിടക്കുന്നു. 2023 മോഡൽ വണ്ടിയാണ്. ഏകദേശം 30,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. അടുത്ത നമുക്കൊരു പ്രീമിയം വണ്ടി പരിചയപ്പെടാം അല്ലേ. കുറഞ്ഞ വിലക്കൊരു പ്രീമിയം വണ്ടി, കുറഞ്ഞ വിലക്കൊരു പ്രീമിയം കാർ എടുക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഒരു നല്ലൊരു റേറ്റിൽ. ഇതെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ കമ്പനി സംഭവങ്ങൾ തന്നെയാണ്. അലോയ് ഒക്കെ കമ്പനി വരുന്നതാണ്. ഇന്റീരിയറിലാണ് ഈ പറഞ്ഞ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്യാം ബ്രോ. ഓക്കെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സീറ്റാണ്. പുത്തൻ ടയറാട്ടോ കിടക്കുന്നത്. ഫുൾ കട്ടുള്ള ടയറാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്റീരിയർ സൈഡ് ഓപ്പൺ അല്ലേ ബ്രോ? ഓപ്പൺ അല്ല എന്ന് തോന്നുന്നു. എപ്പോൾ ഡോർ ഹാൻഡിൽ പിടിച്ചാലും പ്ലിങ് ആവുന്നൊരവസ്ഥയാണ് ഗൈസ്. നോക്കായിപ്പോയി മച്ചാനെ. ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. നമ്മളങ്ങനെ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഒരു യൂസ്ഡ് കാർ ഷോറൂമിലെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്ക് അടുത്ത് കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് കാറക്സ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമാണ്. തൊട്ടപ്പുറത്ത് കാർ വാഷ് ഉണ്ട് കേട്ടോ. കാർ വാഷും കൂടി ഷോറൂമിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നുള്ളൂ. അപ്പോൾ കാറക്സിൻ്റെ രണ്ടാമത്തെ ഷോറൂമാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഇവരുടെ പഴയ ഷോറൂമുണ്ട്. അവിടുത്തെ പല വീഡിയോകളും നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് പുതിയ ഷോറൂം തുടങ്ങിയപ്പോൾ നമ്മളിവിടെ എത്തി. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. വരാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇവിടെ കുറേ അടിപൊളി കിടുക്കൻ വണ്ടികളുണ്ട്. നോക്കുകയാണെങ്കിൽ പ്രീമിയം വണ്ടിയുണ്ട്, മിഡ് പ്രീമിയം വണ്ടികളുണ്ട്, ചെറിയ സെഡാനുണ്ട്, ഹാഷ്ബാക്ക് ഉണ്ട്, അങ്ങനെയുള്ള വണ്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വണ്ടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. അപ്പോൾ വണ്ടികൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനെ പരിചയപ്പെടാം. ഹായ്, പേര് പറഞ്ഞു? വൈശാഖ്. അപ്പോൾ വൈശാഖാണ് ഇന്ന് നമുക്ക് ഇവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഷോറൂമിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ടല്ലേ ഇവിടെ. അതായത് വണ്ടി എടുക്കുന്ന ആളുകൾക്ക് 20,000 രൂപ വരെ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. യെസ്, 20,000 രൂപ ക്യാഷ് ബാക്ക് ആണ്. ഏത് വണ്ടി എടുത്താലും 20,000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്. കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ കാർ വാഷ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ കാർ വാഷ് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 2 കാർ വാഷ്, അത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് 2 കാർ വാഷ് ഫ്രീ ആയിട്ട്. യെസ്, ഇവിടുന്ന് വണ്ടി എടുക്കുന്നവർക്ക് 2 കാർ വാഷ് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അത് നിങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോൾ വരാം. 2 എണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വണ്ടി വാഗണറാണ് അല്ലേ? വാഗണർ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ലൊക്കേഷൻ ഞാൻ പറഞ്ഞത് കങ്ങരപ്പടിയിൽ നിന്നാണ്. ശരിക്കും കങ്ങരപ്പടിയിൽ നിന്ന് തേവക്കിലേക്ക് പോകുന്ന റൂട്ടിലാണ്. തേവക്കൽ പോണ വഴിക്ക് ഒരു 100 മീറ്റർ കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയ കാട്ടം ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഷോറൂം ഇതുപോലെ തന്നെ ഈ സൈഡിൽ തന്നെയാണ് അല്ലേ? ഒരു 50 മീറ്റർ രണ്ടാമത്തെ ഷോറൂമാണ്. അപ്പോൾ നമുക്ക് വണ്ടി പരിചയപ്പെട്ടു തുടങ്ങാം. ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് വാഗണറാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2017 മോഡലാണ്. 17 മോഡൽ, സെക്കൻഡ് ഓണർ, 73,000 കിലോമീറ്റർ ഓടിയ VXI ഓട്ടോമാറ്റിക് ആണ്. VXI ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഫിനാൻസ് അവൈലബിൾ ആണോ വണ്ടി? ഫിനാൻസ് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് 470 ആണ് ആസ്കിങ്. 470 ആണ് വരുന്നത്. അപ്പോൾ എത്ര ഫിനാൻസ് എത്ര വരെ കിട്ടുമായിരിക്കും? നമുക്ക് പ്രൊഫൈല് നല്ല പ്രൊഫൈലാണെന്ന് നമുക്കൊരു 80% വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 20 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റും. ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി എന്തായാലും ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഗുഡ് കണ്ടീഷൻ അല്ലേ? ഗുഡ് കണ്ടീഷൻ ആണ്. നിലവിൽ അപ്പോൾസറി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ നമുക്ക് കാണിക്കാം. വണ്ടിയിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രാച്ചോ സംഭവങ്ങളോ അങ്ങനെ തട്ടുമുട്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ല. മേജർ ആക്സിഡന്റ്സോ ഫ്ലഡ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി എടുക്കുന്നത്. മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികളൊന്നും എടുക്കാറില്ല. എന്തെങ്കിലും ആക്സിഡന്റ് ഹിസ്റ്ററീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടികളൊന്നും അങ്ങനത്തെ അല്ലല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാം അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ വണ്ടികളല്ല. അപ്പൊ ഓരോ വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മൾ അതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് ഇല്ല, ഫ്ലഡഡ് അല്ലാന്ന് എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇതും അങ്ങനത്തെ വണ്ടി തന്നെയാണ്. പുറമേ നിന്ന് ഡാമേജും കാര്യങ്ങളൊന്നുമില്ല, അകമേ നിന്ന് ഡാമേജ് ഒന്നുമില്ല. ഗുഡ് പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇന്റീരിയർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒന്നാണ് ലോക്ക് ചെയ്തത് ബ്രോ. അപ്പോൾ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സീറ്റിന്റെ അപ്പോൾസ്റ്ററി ഒക്കെ രണ്ടാമത് എക്സ്ട്രാ ചെയ്തതാണ്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ ബ്രോ ഇന്റീരിയറിൽ? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾസ്റ്ററി ആണ് ചെയ്തേക്കുന്നത്. പാർക്ക് സൈഡിൽ വന്നേക്കുന്നത്. കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ലോണം. റഫ്യൂസ് കാര്യങ്ങളൊന്നുമല്ല, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്റീരിയർ സൈഡിലായാലും ഡാഷ്ബോർഡ് ആയാലും എല്ലാം നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. റിയർ സൈഡും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നത്. ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ടയർ കണ്ടീഷൻ 50% ഉണ്ട്. ഒരു 50% ഓടാനുള്ള ടയർ 4 സൈഡിലും കിടപ്പുണ്ട്. അതുകൊണ്ട് അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇൻഷുറൻസ് ആയാലും ഫുൾ കവർ ആണ്. ഇൻഷുറൻസ് ഒക്കെ വരുന്നത്. പേപ്പറും കാര്യങ്ങളൊക്കെ പേപ്പർ എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് വാഗണറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത് പെട്രോളോ ഡീസലോ? പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിയിലേക്ക് പോവുകയാണ്. അത് പറയുന്നത് ഫോൾക്സ്വാഗന്റെ പോളോയാണ്.
ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇത് 2011 മോഡലാണ്. 11 മോഡൽ 89,000 കിലോമീറ്റേഴ്സ് ആണ് വണ്ടി ഓടിയേക്കുന്നത്. 89,000 കിലോമീറ്റർ. ഇത് വരുമ്പോഴത്തേക്കും നിലവിൽ ഓണർഷിപ്പ് വരുമ്പോൾ തേർഡാണ്. വണ്ടി 2000 ലേറ്റസ്റ്റ് ഇതിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കുന്നതാണ്. അതിന്റെ ബമ്പർ, ഹെഡ്ലൈറ്റ് ഇത് എന്താ വെച്ചാൽ 2011 ആണെങ്കിലും അത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് ലേറ്റസ്റ്റ് വേർഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2011 മോഡലാണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോളോ ഡീസലോ? ഇത് ഡീസൽ 1.2 ആണ്. 1.2 ആണ്. അപ്പോൾ ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് 290 ആണ് നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും? ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്കൊരു 2011 മോഡൽ ആയതുകൊണ്ട് 10 euro കുറവായിരിക്കും. അല്ല നമുക്കൊരു 2 years 3 years വരെ നമുക്ക് മാക്സിമം നമുക്ക് പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 rupees ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്താൽ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇപ്പം 50,000 എടുത്ത് അടച്ചെടുത്തു, നമുക്ക് മന്ത്ലി എത്ര അടവായിരിക്കും ഏകദേശം നമുക്ക് പെർ ലാക്കിന് ഒരു 3,300 to 3,500 റേഞ്ചിലാണ് EMI വരുന്നത്. അത് 10 euro നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട് അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും. നമ്മൾ ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫോളോയുടെ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. പോളോയുടെ ഇന്റീരിയർ കാണിക്കണമെങ്കിൽ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട്. ക്യാമറ ഒന്നുള്ളൂ, വേഗം കാണിക്കാം. നമുക്ക് പോളോ ഓപ്പൺ ആണോ ബ്രോ? അപ്പോൾ പോളോയുടെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ പ്രശ്നം ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതിലിപ്പോ ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട്, അത് മാത്രമാണ് ഇപ്പൊ നിലവിൽ ചെയ്തേക്കുന്നത്. 2011 മോഡൽ ഇതുപോലെ സിസ്റ്റം വരുന്നില്ലല്ലോ, അപ്പോൾ അത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തില്ല. സീറ്റ് ഒക്കെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ രണ്ടാമത് ചെയ്താണല്ലേ? ഓക്കെ. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് നീറ്റായിട്ട് കിടക്കുന്നു. നേരെ റിയറിലേക്ക് വരുമ്പോഴും നീറ്റായിട്ട് തന്നെയാണ് സീറ്റൊക്കെ കിടക്കുന്നത്. ഫോക്സ്വാഗന്റെ OG അലോയ് വീൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ. അലോയ് വീല് ഫോക്സ്വാഗന്റെ തന്നെ OG അലോയ് വീലാണ് ഇട്ടേക്കുന്നത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 70% ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ 70% ഓടാനുള്ള ടയർ കണ്ടീഷൻ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് ഏതായിരുന്നു വേരിയന്റ്? ഇത് വരുമ്പോഴത്തേക്കും ഹൈലൈൻ ആണ്. ഹൈലൈൻ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓക്കെ. അതാണ് ഫോക്സ്വാഗന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. ക്യാമറ ഇവിടെ. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. ഒരു സെഡാൻ വണ്ടിയാണ്. പറഞ്ഞോളൂ ഇതിന്റെ ഡീറ്റെയിൽസ്. ഇത് വരുമ്പോഴത്തേക്കും 2019 മോഡൽ VXI ഹൈബ്രിഡ് എഞ്ചിൻ ആണ് വരുന്നത്. VXI ഹൈബ്രിഡ്. VXI എന്ന് പറയുമ്പോൾ മിഡ് വേരിയന്റ് ആണ്. ZXi ആണ് ടോപ്പ്, മിഡ് വേരിയന്റ് ആണ്. VXI എന്ന് പറയുന്നത് മിഡ് വേരിയന്റ് ആണ്. VXI മാനുവൽ വണ്ടിയാണ് അല്ലേ? മാനുവൽ വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടി ഇത് പെട്രോൾ ആണ്. VXI ഹൈബ്രിഡ് പെട്രോൾ വണ്ടിയാണ്. ഓക്കെ. ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 690 ആണ് ചോദിക്കുന്നത്. 690. 6,90,000 രൂപ. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൊഫൈൽ നല്ല പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 20,000 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണും ചെയ്ത് 20,000 ഒരു കിടിലൻ സെഡാൻ നമുക്ക് ഇറക്കി വീട്ടിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതിന്റെ ബാക്കിയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ വീൽ കപ്പൊക്കെ ഇങ്ങനെ തന്നെ ബ്ലാക്ക് ആയിരുന്നു. അത് കസ്റ്റമർ ചെയ്തതാണ്, ഗ്ലോസി ബ്ലാക്ക് ആക്കിയേക്കാണ്. ഓക്കെ. അതിന്റെ ഈ ഒരു സ്ഥലത്തും അതെല്ലാം ഗ്ലോസി ആക്കിയിട്ടുണ്ട്. വരുമ്പോ 41 ആണ്, നമ്മുടെ സ്വന്തം ആലുവ വണ്ടി തന്നെയാണ്. നമ്മുടെ ആലുവ രജിസ്ട്രേഷൻ വണ്ടിയാണ്. മൊത്തത്തിലൊരു സ്പോർട്ടി ലുക്കാണ്. ഇതൊക്കെ ഈ ലോഗോ ഒക്കെ ഡീക്രോം ചെയ്ത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. വേറെ അങ്ങനെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. എക്സ്ട്രാ ഇന്റീരിയറിൽ അത്യാവശ്യം നല്ല ഇതായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഇന്റീരിയറിൽ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇത് ലോക്കാണ് എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും ക്ലിങ് ആയിരിക്കും. അപ്പോൾ ഇത് വീണ്ടും ലോക്കാണോ? അൺലോക്ക് ആയല്ലോ. ഓക്കെ. അപ്പോൾ സിയാസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ ചെറിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. നേരെ റിയർ സൈഡും കൂടി ഒന്ന് കാണിച്ചു തരാം. റിയർ സൈഡിലേക്ക് വരുമ്പോൾ അന്യ ലെഗ് സ്പേസ് ഉണ്ടോ സിയാസിന്. അടിപൊളി സീറ്റിംഗ് കംഫർട്ടൊക്കെയാണ്. സീറ്റിന് ചെറിയൊരു കളർ ഫെയ്ഡ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ റെഡി ആക്കി കൊടുക്കുന്നതാണ്. ഡെലിവറി ടൈമിൽ നമ്മൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കും വണ്ടി കൊടുക്കുന്നത്. ഡെലിവറി ടൈമിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ വണ്ടിയിൽ ചെറിയ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ മഴക്കാലമല്ലേ, നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും മഴ പെയ്തിട്ട് റോഡ് സൈഡും കൂടെ തന്നെ കാർ വാഷ് ഉണ്ടല്ലോ. അപ്പോൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നല്ല സെറ്റപ്പ് ആക്കി കുട്ടപ്പനാക്കി കൊടുക്കണം അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. വണ്ടി പോളിഷ് ചെയ്ത് സെറ്റാക്കി തരും. അടുത്ത നമുക്കൊരു പ്രീമിയം വണ്ടി പരിചയപ്പെടാം അല്ലേ? കുറഞ്ഞ വിലക്കൊരു പ്രീമിയം വണ്ടി. കുറഞ്ഞ വിലക്കൊരു പ്രീമിയം കാർ എടുക്കാനായിട്ട് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഒരു നല്ലൊരു റേറ്റിൽ പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും 7.5 lakhs ആണ് ആസ്കിങ് പ്രൈസ്. 7.5 ലക്ഷം രൂപയ്ക്ക് ഒരു ഓഡി കാർ ഇവിടെ കിടപ്പുണ്ട്.
ഏതായിരുന്നു ഇയർ വരുന്ന വണ്ടി? 2011 മോഡലാണ്. 2011 മോഡൽ വണ്ടിയാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 1,86,000 ഓടിയിട്ടുണ്ട്. പക്ഷേ വണ്ടി മെയിൻറ്റൈൻഡ് ആണ്. അത്യാവശ്യം സർവീസ് എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്ത വണ്ടിയാണല്ലേ. നമ്മൾ ഇവിടെയുള്ള വണ്ടികളൊക്കെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സർവീസ് ചെയ്ത വണ്ടികളെല്ലാം സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. പിന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഒഴിച്ചാൽ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കൊച്ചു ചെളികൾ, തുടച്ചാൽ പോകുന്ന ചെളികൾ മാത്രമേ വണ്ടിക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാനുള്ളൂ. പെർഫോമൻസ് അങ്ങനെ അല്ലേ, സെറ്റപ്പ് ഓടിയാണല്ലോ. അതെ, പെർഫോമൻസ് കാറാണ്. പറഞ്ഞവരെ 186 ഓടിയിട്ടുണ്ടെങ്കിലും വണ്ടി അതിനനുസരിച്ചിട്ട് പെർഫോമൻസിന് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ആള് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. അതിന്റെ വേരിയന്റ് വരുന്നത് ലക്ഷറി ലൈനാണ്. ലക്ഷറി ലൈൻ. ഓക്കെ, ഇത് പെട്രോളോ ഡീസലോ? ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണോ? ഫിനാൻസ് പ്രൊഫൈല് നല്ല പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രീമിയം കാസിന് ഇത്തിരി കൂടി ഫിനാൻസ് കിട്ടുള്ളൂ. നമുക്ക് ഏത് ഇയർ മുതലുള്ള മേളിലേക്കായിരിക്കും ഫിനാൻസ്? നമ്മൾ 2011 തൊട്ട് നമ്മൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രീമിയം കാസ് വരുമ്പോഴത്തേക്കും ഇത്തിരി കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ലോൺ കൊടുക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ, ഇപ്പൊ എത്ര ഫിനാൻസ് ഉണ്ട് ഇവിടെ? നിങ്ങൾ ടൈപ്പ് ഉണ്ട്? നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫിനാൻസും ചെയ്യുന്നുണ്ട്. കൂടുതലും നമ്മളിപ്പോ കസ്റ്റമറിന്റെ പ്രൊഫൈല് നോക്കിയിട്ടാണ്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ സിബിൽ കുറഞ്ഞാൽ പോലും നമ്മൾ അത്യാവശ്യം ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഒരു വണ്ടി എങ്ങനെയെങ്കിലും ഒരു തന്നിരിക്കും അല്ലേ? അത് തന്നിരിക്കും. ഓക്കെ, നമുക്ക് ഫിനാൻസിന്റെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ. ബാക്കി ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് വേണ്ടത്? ഫിനാൻസിന് നോർമൽ ആയിട്ട് നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഗ്യാരണ്ടർ. ഇതാണ് നമ്മളൊരു ഇപ്പൊ ഗ്യാരണ്ടർ ഇപ്പോൾ ആളുടെ പേരിൽ എടുക്കാൻ പറ്റിയില്ല, നമുക്ക് ഗ്യാരണ്ടർ ആയിട്ട് ആരെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, ഇപ്പൊ ഒരു ഇതിന്റെ പ്രോസസ്സിംഗ് എത്ര ടൈം ഉണ്ടാവും? ഇപ്പോൾ ഒരു നോർമൽ ലോൺ പീരീഡ് എന്ന് പറയുന്നത് ഇന്നിപ്പോ ആധാർ കാർഡ്, പാൻ കാർഡ് ഇന്നിപ്പോ നമുക്ക് ഒരു മോർണിംഗ് തന്നെയാണ് ലോഗിൻ ചെയ്തിട്ട് ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി ഇറക്കാം. 3 to 4 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാം കേട്ടോ. റെഡി ക്യാഷ് ആയിട്ട് വരികയാണെങ്കിൽ അന്ന് തന്നെ വണ്ടി കൊണ്ടുപോകാനോ? ഒരു പ്രശ്നം. ഒരു ID കാർഡ്, ഒരു ആധാർ കാർഡായിട്ട് മാത്രം വന്നാൽ മതി, നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. ഓക്കെ, then നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അവിടുത്തെ ഒരു കുഞ്ഞൻ കാറാണ്, ഹ്യുണ്ടായി ഇയോൺ. അപ്പോൾ ഇയോൺ വരുന്നതിന് മുമ്പ് നമ്മൾ ഓഡിയുടെ ഇന്റീരിയർ കാണിക്കാൻ മറന്നു കേട്ടോ. നമ്മുടെ വീഡിയോയിൽ എല്ലാ വണ്ടിയുടെയും ഇന്റീരിയർ കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഓഡിയുടെയും ഇന്റീരിയർ കാണിക്കുകയാണ്. എക്സ്ട്രാ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. സീറ്റിനൊന്നും വലിയ ഡാമേജ് ഒന്നുമില്ല. ചെറിയ വിൻഡ് ഗിയർ 2011 മോഡലാകുമ്പോൾ ആൾക്കാർ ഇരുന്നുള്ള ഒരു ഇതും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫ്രണ്ട് സൈഡ് നീറ്റാണ്. നേരെ റിയർ സൈഡിലേക്ക് പോകുമ്പോഴും പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ നീറ്റായിട്ട് തന്നെയാണ് റിയറും കിടക്കുന്നത് കേട്ടോ. നേരെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇയോണിലേക്ക് പോവാം. ഹ്യുണ്ടായി ഇയോൺ. ഇത് ഏത് ഇയറാ ബ്രോ? ഇത് വരുമ്പോഴത്തേക്കും 2015 മോഡലാണ്. മാഗ്നയാണ് വേരിയന്റ് വരുന്നത്. മാഗ്ന. ഓക്കെ, ഇത് വരുമ്പോഴത്തേക്കും കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 79,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. 79,000 കിലോമീറ്റർ. ഓണർഷിപ്പ് തേർഡ് ആണ്. പക്ഷേ അത് ഒരു വീട്ടിൽ തന്നെ 3 പേര് മാറിയതാണ്. ഓക്കെ, ഒരു ഫാമിലി തന്നെ കിടന്ന് കറങ്ങിയ വണ്ടിയാണ്. അത് തന്നെ. പക്ഷേ ഓണർഷിപ്പിൽ വരുമ്പോഴത്തേക്ക് തേർഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ തന്നെ യൂസ് ചെയ്തേക്കണേ. പ്രൈസ് റേഞ്ച് വരുന്നിട്ട് 2,35,000 ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ അല്ലേ? ഫിനാൻസ് അവൈലബിൾ ആണ്. ഇത് ഒരു ഈ പറഞ്ഞ ഒരു 30,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാറാണ് കേട്ടോ. പെട്രോൾ വണ്ടിയാണ്. നേരെ നമ്മൾ അടുത്ത പോകുന്നത് സ്കോഡ. ഇത് റാപ്പിഡ്. ഓക്കെ, ഇത് മറ്റേ ഇതാണല്ലേ, ടാക്സി വണ്ടിയാണ്. ഓക്കെ, യെല്ലോ നമ്പർ പ്ലേറ്റ് ആണ്. സ്കോഡ റാപ്പിഡ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് വരുമ്പോഴത്തേക്കും 2013 മോഡലാണ്. സ്കോഡ റാപ്പിഡിന്റെ ടാക്സി വേരിയന്റ് ആണിത്. ഇത് വരുമ്പോഴത്തേക്കും പ്രൈസ് റേഞ്ച് വന്നിട്ട് 2,90,000 ആണ് ആസ്കിങ്. കിലോമീറ്റർ വന്നിട്ട് 1,00,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വേറെ മേജർ ആക്സിഡൻസോ റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. കേരള വണ്ടി തന്നെയാണ്. ഇതിനും ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടും. നമ്മൾ ടാക്സി ആയതുകൊണ്ട് നമ്മൾ കൂടുതലും റെഡി ക്യാഷ് ആണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യണത്. കാരണം ടാക്സി ആകുമ്പോഴത്തേക്കും പ്രൊസീജിയേഴ്സ് കൂടുതലായിരിക്കും അല്ലേ? അതുകൊണ്ട് കൂടുതലും റെഡി ക്യാഷ് എടുത്തിട്ടാണ് നമ്മൾ ഇതിന് ഇത്തിരിയും കൂടി നോക്കുന്നത്. ഓക്കെ, പ്രൈസ് എത്രയായിരുന്നു? 2,90,000 ആണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അതാണ് സ്കോഡയുടെ കാര്യങ്ങൾ. സ്കോഡയുടെ നമ്മൾ ഇതിന്റെ ഇന്റീരിയർ കാണിച്ചില്ല അല്ലേ? ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ ആയിട്ട് തന്നെ കിടക്കുന്നത്. പെട്ടെന്ന് ഇതാകുമ്പോൾ മറന്നു പോകണം കേട്ടോ കാണിക്കാനായിട്ട്. നിങ്ങൾ ക്ഷമിക്കണം. ഇന്റീരിയർ വരുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഡീസൻ്റായിട്ട് തന്നെ കിടക്കുകയാണ്. രണ്ടാമത് ചെയ്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. റിയറിലേക്ക് വരുമ്പോഴും സീനൊന്നുമില്ല. ടാക്സി വണ്ടി. ഇതിൻ്റെ ഇന്റീരിയർ കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ കിടക്കുകയാണ്. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നേരെ റിയർ സൈഡിലേക്ക് വരുമ്പോഴും ഗുഡായിട്ട് തന്നെ കിടക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ടാക്സി സ്കോഡ റാപ്പിഡ് ഒരു അത്യാവശ്യം പ്രീമിയം ടച്ചുള്ള ഒരു വണ്ടി ടാക്സി ആയിട്ട് വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത്.
ഇത് പെട്രോളോ ഡീസലോ? ഇത് ഡീസലാണ്. ഡീസൽ വണ്ടിയാണല്ലേ? ഓക്കെ. ഇതിനെന്ത് മൈലേജ് ഉണ്ടാവും ടാക്സി? വണ്ടിക്ക് ഒരു 24 ആണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്ത കസ്റ്റമർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. 24 വരെ കിട്ടുന്നുണ്ട്. എന്നാലും ആവറേജ് എങ്ങനെ പോയാലും ഒരു 20 to 22 എന്തായാലും കിട്ടും. നല്ല അത്യാവശ്യം നല്ല മൈലേജ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സെഡാനാണ്. അതിന് 20 ഒക്കെ കിട്ടുന്നത് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. നേരെ നമ്മൾ അടുത്ത ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് VDI ആണ്. ഇത് 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ 1,30,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. 1,30,000 കിലോമീറ്റർ. ഓക്കെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് 3,90,000 ആണ് ചോദിക്കുന്നത്. 3,90,000 ആണ്. ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 50,000 ഒക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. ഗുഡ് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ 50-60% ഓണമുള്ള ടയർ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒരു 13 മോഡൽ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വണ്ടിയുടെ ഒരു പഴക്കമാണ്. ഈ ഒരു കളർ ആയതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഫേഡിങ് ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ഒരു ഡിമായ ഒരു ഇതുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വണ്ടിയുടെ അകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇത് അപ്പോൾസി ഒക്കെ മാറ്റിയിട്ടുണ്ടല്ലേ? ലോക്കായിപ്പോയോ? ലോക്കായിപ്പോയി മച്ചാനെ. സ്വിഫ്റ്റിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ സീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. പുറമേ ആ ഒരു എന്താ പറയുക, പെയിൻ്റൊക്കെ ഒരു ഡിമ്മായ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് വരുമ്പോൾ സീറ്റൊക്കെ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം ഉണ്ട്. പിന്നെ എക്സ്ട്രാ വേറെ സംഭവങ്ങളൊന്നുമില്ല. നേരെ റിയറും കൂടി കാണിക്കാം. റിയറിലേക്ക് വരുമ്പോഴും അടിപൊളിയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡിൽ നിന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം. വലിയ കളർ ഫെയ്ഡൊന്നും ഇല്ല കേട്ടോ. ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ഹെഡ്ലൈറ്റ് ഡിമ്മായി കിടക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതലും ആ ഒരു ഇത് തോന്നുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു വെള്ളമൊക്കെ ഇത് കാറിലേക്ക് വീഴാൻ കാര്യമല്ലേ? യെസ്. ഇത് മണ്ട പോയതെങ്ങാനുള്ള ഈ വെള്ളമൊക്കെ ഇവിടെ നിന്ന് വന്നേ. ഗൈസ്, നിഗൂഢമായ ഒരു വെള്ളമൊക്കെ ഇവിടെ കിടക്കുന്നു. അപ്പോൾ അടുത്ത വീണ്ടും ഒരു സ്വിഫ്റ്റ് അല്ലേ? സ്വിഫ്റ്റ് ആണ്. യെസ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇതൊരു 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 1,30,000 കിലോമീറ്റർ ഓടിക്കുന്ന സ്വിഫ്റ്റ് പെട്രോൾ VXI ആണ് വരുന്നത്. പെട്രോൾ VXI. ഇതും പെട്രോൾ വണ്ടി തന്നെയല്ലേ? അത് ഡീസൽ വണ്ടിയാണ്. ഓക്കെ. ഇത് പെട്രോൾ VXI. ഓക്കെ. ഇത് വരുമ്പോഴത്തേക്കും പ്രൈസ് റേഞ്ച് വന്നിട്ട് 3,85,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇത് ഒരു 50 രൂപ അടച്ചെടുക്കാമല്ലോ. വണ്ടി എടുക്കാം. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മഴ പെയ്തപ്പോൾ തെറിച്ച ചെളികളല്ലാതെ വേറെ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 50% താഴെ ഓടാനുള്ള ടയറുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നേരെ ബാക്ക് സൈഡിലോട്ടൊക്കെ വരുമ്പോഴും വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. പ്രശ്നങ്ങളും വിഘ്നങ്ങളും ഒന്നും കാണുന്നില്ല. പിന്നെ വേറൊരു ഇത് കൂടി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞോളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എല്ലായിടത്തും വെച്ച് നോക്കണം, കമ്പാരിറ്റീവ്ലി നമ്മൾ പ്രൈസ് റേഞ്ച് കുറച്ചിട്ട് തന്നെയാണ് വണ്ടികൾ കൊടുക്കുന്നത്. ആസ്കിംഗ് പ്രൈസിനായാലും ഒന്നും കൂടി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. പിന്നെ പ്രൈസ് നെഗോഷ്യബിളും ആണ്. അപ്പം നല്ല രീതിയിൽ റേറ്റ് താഴ്ത്തി തന്നെയാണ് ഇവിടെ. കൂടാണ്ട് നമുക്ക് 2 സ്വിഫ്റ്റും കൂടി അവൈലബിൾ ആണ്. അടുത്ത ഷോറൂമിലും 2 സ്വിഫ്റ്റ് ഉണ്ട്. ഇവരുടെ അപ്പുറത്തെ ഷോറൂമിൽ വേറെ വണ്ടികളുണ്ട് കേട്ടോ. ഒരു റേറ്റ് കുറഞ്ഞ സ്വിഫ്റ്റ് അവിടെ കിടപ്പുണ്ട്. അത് സിംഗിൾ ഓണർ 89,000 കിലോമീറ്റർ ഓടിയ 2013 മോഡൽ ഒരു സ്വിഫ്റ്റ് അവൈലബിൾ ആണ്. 2015 മോഡൽ ZXi സ്വിഫ്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കണ്ടല്ലോ. വേറെ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ റിയറും കൂടി നോക്കുമ്പോൾ ഗുഡായിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. ടയർ കണ്ടീഷനൊക്കെ ഞാൻ പറയുന്നത്. ബാക്കിലത്തെ ടയർ പുതിയതാണെന്ന് തോന്നുന്നു അല്ലേ? ഫ്രണ്ടിലത്തെ ടയർ മാത്രമാണ് കുറച്ച് കട്ട കുറവ്. ഇതൊക്കെ നല്ല അടിപൊളി കട്ടുള്ള ടയർ തന്നെ കേട്ടോ. യെസ്. ഇനി നമ്മൾ അടുത്ത വണ്ടി പരിചയപ്പെടാൻ പോവാണ്. ഒന്ന് കട്ട് ചെയ്തു. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു ഇന്നോവയാണ്. MUV സെഗ്മെന്റിലുള്ള ഒരു കിഡിലം വണ്ടി, പകരം വെക്കാനില്ലാത്ത വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് വരുമ്പോൾ 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ആണ്. റീവണ്ടിയാണ്. ഇത് കിലോമീറ്റർ വന്നിട്ട് 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. പ്രൈസ് റേഞ്ച് വന്നിട്ട് 8 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 8 ലക്ഷം രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത്. G4 ആണ് വേരിയന്റ് കേട്ടോ. ഏതാ? G4 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഫിനാൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഇന്റീരിയർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ. എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്നും വിഷയമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ ടയറാണല്ലേ? ആ ടയേഴ്സ് ഉണ്ട്. ടയേഴ്സ് എല്ലാം ബോഡി ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട ഒരു ചെറിയ കുറച്ച് അറ്റകുറ്റ കുഞ്ഞു കുഞ്ഞു പണികൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചുകളല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കാണിച്ചു തരാം. അതായത് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം കയറ്റിയിട്ടുണ്ട്, ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, പിന്നെ സീറ്റ് കവറൊക്കെ മാറ്റിയിട്ടുണ്ട്. വേറെ ഇതൊക്കെ തന്നെയാണ് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയാണ്. റിയർ വരുമ്പോൾ ക്യാപ്റ്റൻ സീറ്റ് അല്ല, നമ്മുടെ സാധാ സീറ്റ് തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡിൽ സീറ്റ് മടക്കി ഇട്ടിരിക്കുകയാണ്. ആ സീറ്റും അപ്പോർഷയൊക്കെ ചെയ്ത് അടിപൊളിയാക്കി തന്നെ ഇട്ടിരിക്കുക കേട്ടോ. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നീറ്റാണ്. ബാക്ക് സൈഡ് കാണിച്ചായിരുന്നോടാ? ബാക്ക് സൈഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ സ്ക്രാച്ച് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ വണ്ടി അടിപൊളി സെറ്റപ്പ് കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നോവയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നേരെ നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന വീണ്ടും ഒരു ഫോൾക്സ് വാഗണിലേക്ക് വന്നിരിക്കുകയാണ്. പോളോ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് വരുമ്പോഴത്തേക്കും 2014 മോഡലാണ്. കംഫർട്ട് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്. കംഫർട്ട് ലൈൻ ഇത് വരുമ്പോഴത്തേക്കും 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് ആണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് 3,60,000 ആണ് ചോദിക്കുന്നത്. 3,60,000. ഇത് പെട്രോൾ വണ്ടിയാണോ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ 1.5 ആണ് കേട്ടോ. ഡീസൽ 1.5 ലിറ്റർ വണ്ടിയാണ്. ഫിനാൻസ് അവൈലബിൾ അല്ലേ? ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ ഒരു 50,000 ഒക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 to 4 ഇയേഴ്സ് നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ലോൺ ചെയ്യാൻ പറ്റും. വണ്ടിയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഇന്റീരിയർ ആയാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പുതിയ ടയറാട്ടോ. ഞാൻ ഒരു ടയർ മാത്രം നോക്കി പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. ഇതും അത്യാവശ്യം പുതിയ ടയർ തന്നെ കേട്ടോ. നേരെ റിയർന്ന് ഇന്റീരിയർ ഓപ്പൺ ചെയ്യാൻ വീണ്ടും ഇത് ലോക്കാണ്. അൺലോക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ പോളോയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇൻറ്റീരിയറൊക്കെ നീറ്റാണ്, അടിപൊളിയായിട്ട് തന്നെ അവിടെ കിടക്കുന്നത്. എക്സ്ട്രാ അങ്ങനെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. സീറ്റ് സെപ്പറേറ്റ് ചെയ്താണോ? സീറ്റ് എക്സ്ട്രാ ചെയ്താണ് ആണല്ലേ? ഓക്കെ. സീറ്റ് സെപ്പറേറ്റ് അപ്പോർച്ച് ചെയ്താണോ? ന്യൂ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. 14 തൊട്ട് ന്യൂ സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്റ്റിയറിംഗ് വീല് പുതിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നേരെ ബാക്ക് സൈഡും കൂടി കാണിച്ചു തരാം. റിയറിലേക്ക് വരുമ്പോഴും സീറ്റിന് ഡാമേജ് ഒന്നുമില്ല, അടിപൊളിയാണ്. ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടോ? അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കേട്ടോ. അത്യാവശ്യമല്ല, നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഓക്കെ, അടുത്ത വീണ്ടും ഒരു ഇയോണാണ്. ക്യാമറമാനോടെ പോയി എന്നാ പിടിച്ചോ. അടുത്ത വീണ്ടും ഒരു ഇയോണാണ്. ഇത് ഏത് മോഡലാണ്? ഇത് വരുമ്പോഴത്തേക്കും 2012 മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്കും എറയാണ് വേരിയന്റ്. ഇത് വരുമ്പോഴത്തേക്കും പ്രൈസ് റേഞ്ച് വരുന്നിട്ട് 1,60,000 ആണ് ചോദിക്കുന്നത്. 1,60,000 രൂപക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇയോൺ എടുക്കാം. 60,000 രൂപ. സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. 1,60,000 രൂപയ്ക്ക് വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര രൂപ അടക്കേണ്ടി വരും? ഒരു 30,000 ഒക്കെ അടച്ചാൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അത്യാവശ്യം വണ്ടി നല്ലോണം മെയിൻറ്റൈൻഡ് ആണ്. കസ്റ്റമർ എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കും. ഒരു വീൽ കപ്പ് ഇട്ടിട്ടുണ്ട്. വേറെ അങ്ങനെ ഒന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഞാൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഓപ്പൺ അല്ലേ ബ്രോ വണ്ടി? ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. ഒരു ചെറിയ ഫാമിലി കാർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും എടുക്കാവുന്ന ഒരു വണ്ടിയാട്ടോ. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ലേ? നല്ല മൈലേജ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഉള്ള വണ്ടിയാണ്. ഫ്രണ്ടിൽ പവർ വിൻഡോ, ബാക്കിൽ വൈൻഡർ ആണ് വരുന്നത്. എറായ ആയതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും വൈൻഡർ തന്നെ കേട്ടോ. പവർ വിൻഡോ വരുന്നില്ല വണ്ടിക്ക്, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. പിന്നെ മ്യൂസിക് സിസ്റ്റം കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ട്, അടിപൊളി. വേണ്ട, വേറെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ എസ് ക്രോസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇതൊരു 2018 മോഡലാണ്. ഇതില് വേരിയന്റ് വരുന്നത് സീറ്റ മിഡ് വേരിയന്റ് ആണ്. ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 75,000 കിലോമീറ്ററിൽ. ഓണർഷിപ്പ് വരുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോളോ ഡീസലോ? ഇത് ഡീസൽ മാനുവൽ ആണ് വരുന്നത്. ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത്. എത്രയായിരുന്നു ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,50,000 ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമർ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഇപ്പോൾ അലോയ്സ് കാര്യങ്ങളെല്ലാം ഈ മിഡ് വേരിയന്റിൽ അലോയ് വരുന്നില്ലായിരുന്നു, രണ്ടാമത് ചെയ്താണ്. ഓക്കെ. പിന്നെ പുറമേ നോക്കിയാലായാലും നല്ല നീറ്റായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടി കാണുന്നില്ല. ഫിനാൻസ് അവൈലബിൾ അല്ലേ? ഫിനാൻസ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും വണ്ടിക്ക്? ഇത് നമുക്ക് ഒരു 50,000 ഒക്കെ അടച്ചാൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. എല്ലാ വണ്ടികളും ഏകദേശം ഒരു 20-50 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്.
ഒരു ഏകദേശം കണക്കാട്ടോ, നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും മാറും എല്ലാം, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇൻറ്റീരിയർ നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നല്ലൊരു കിടുക്കം പ്രീമിയം ലുക്കാണ് കേട്ടോ ഉള്ളിൽ വരുന്നത്. സീറ്റ് മാറ്റിയതാണല്ലേ, സീറ്റ് ചെയ്താണ്, അപ്പോഴ്സിയൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ആ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ടച്ചിലുള്ള സീറ്റ് കവറൊക്കെ, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോളറും കാര്യങ്ങളൊക്കെ അതൊക്കെ വണ്ടി കമ്പനി കൊടുത്തത്. ദെൻ നേരെ കയ്യെത്തുന്നില്ലല്ലോ, നേരെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സീറ്റ് അടിപൊളിയാണ്. ഇവിടെ ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴ്സിന് നല്ല രസമുണ്ട്, നല്ല കളർ, ചെളി പിടിച്ച് അറിയില്ല അല്ലേ, അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എസ്ക്രോസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ടയുടെ ജാസ് ആണ് അല്ലേ. 2017 മോഡലാണ് വണ്ടി. ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയതാ? ഇത് കിലോമീറ്റർ വന്നിട്ട് 45,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് വരുന്നത്. തേർഡ് ഓണർഷിപ്പ് ആണ്. ജാസ് അടിപൊളി പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ഒരു പെർഫോമൻസ് ഓറിയന്റഡ് കാർ. മൈലേജ് ഒക്കെ എത്ര ഉണ്ടാവും വണ്ടിക്ക്? മൈലേജ് നമുക്കൊരു 15 ഒക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു ഇതിൽ പറയാൻ പറ്റുള്ളൂ, കുഴപ്പമില്ല. എന്നാലും ജാസ് അടിപൊളി വണ്ടിയാണ്. മാരുതി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗിയർ ഷിഫ്റ്റിങ്ങിലൊന്നും ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യല്ല ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് ആണ്. ആകെ 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പ്രൈസ് റേഞ്ച് വന്നിട്ട് 4,40,000 പ്രൈസ് റേഞ്ച് വരുന്നത്. 4,40,000 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഫിനാൻസ് അവൈലബിൾ അല്ലേ? ഫിനാൻസ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ ഒരു 50 രൂപ അടച്ചാൽ നമുക്ക് ഇറക്കാം. 50 രൂപ അടച്ചാൽ വണ്ടി ഇറക്കാവുന്നതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണുന്ന പോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഒരു ഫോഗ് ലാമ്പ് മിസ്സിംഗ് ആണ്. അപ്പുറത്തുണ്ടോ? അപ്പുറത്തുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടിക്ക്. പിന്നെ ഇതിനകത്ത് കൂടി ഇങ്ങനെ പണ്ട് പറയുന്ന പോലെ ഞെരിഞ്ഞമർന്ന് പോകുമ്പോൾ സൈഡിൽ നോക്കാം. ടയർ പുത്തൻ ടയറാട്ടോ കിടക്കണേ, ഫുൾ കട്ടുള്ള ടയറാണ് കിടക്കുന്നത്. വേറെ ബാക്കിലേക്ക് വരുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇൻറ്റീരിയർ സൈഡ് നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ സൈഡ് ഓപ്പൺ അല്ലേ ബ്രോ? ഓപ്പൺ അല്ല എന്ന് തോന്നുന്നു. എപ്പോൾ ഡോർ ഹാൻഡിൽ പിടിച്ചാലും പ്ലിങ് ആവുന്നൊരവസ്ഥയാണ് ഗൈസ്. യെസ്, അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ ഇൻറ്റീരിയറിൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വി ആണ് വേരിയൻറ്റ്. വി ആണ് വേരിയൻറ്റ്. കമ്പനി സംഭവങ്ങളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. നല്ല നീറ്റായിട്ട് തന്നെയാണ് സീറ്റൊക്കെ കിടക്കുന്നത് കേട്ടോ. നേരെ റിയറും കൂടി ഓപ്പൺ ആക്കുമ്പോൾ റിയർ സൈഡിലേക്ക് വരുമ്പോഴും അടിപൊളി നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നീറ്റായിട്ട് തന്നെ കൊണ്ടുകിടന്ന ആരുടെയോ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ജാസ് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു വണ്ടിയിലേക്ക് പോകുന്ന ഏതായിരുന്നു? സെലറിയോ അല്ലേ? സെലറിയോ ഓട്ടോമാറ്റിക് ആണ്. സെലറിയോ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അത് നമ്മൾ കുറച്ച് അവിടെയാണ് കിടക്കുന്നത്. ഇവിടെ കാർ വാഷ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇതേ കിടക്കുന്നതാണ് സെലേറിയോ. ഒരു ഗ്രേ കളറാണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് കേട്ടോ. അലോയ് കയറ്റിയിട്ടുണ്ടല്ലേ? കിഡിയൻ സ്പോർട്ടി ലുക്കാണ് വണ്ടി കിടക്കുന്നത്. പെയിൻ്റൊക്കെ തിളങ്ങാണ്. ഇവിടെയും ബ്ലാക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ വേറെന്താ ചെയ്തേക്കുന്നത്? വേറെ ഇവിടെ മറ്റേ ഫോഗ് ലാമ്പ് DRL പോലത്തെ അല്ലേ? DRLുള്ള ഫോഗ് ലാമ്പ് കയറ്റിയിട്ടുണ്ട്. വേറെ ഒന്നും അങ്ങനെ എടുത്ത് കാണാനില്ല കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഏതാ മോഡൽ? ഇത് വരുമ്പോഴത്തേക്കും 2014 മോഡലാണ്. വരുമ്പോഴത്തേക്കും തേർഡ് ഓണർഷിപ്പ്. 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോൾ 3,30,000 ആണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. VXI ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അത്യാവശ്യമല്ല, നല്ല രീതിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഉള്ളിലേക്ക് വരുമ്പോൾ നീറ്റാണ്, അടിപൊളിയായിട്ട് തന്നെയാണ് സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത് കേട്ടോ. ഒരു കുഴപ്പമില്ല. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ റിയറിലേക്ക് വരുമ്പോഴും നീറ്റാണ്. കാണാൻ പറ്റുന്നുണ്ടോ? റിയർ സൈഡിലേക്ക് വരുമ്പോഴും നീറ്റാണ്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് കാർ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക്. നമ്മൾ പണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് അന്വേഷണം നടന്ന ഓർമ്മയില്ലേ ക്യാമറാമാൻ? അപ്പോൾ നമുക്ക് ഈ വണ്ടി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതേ വണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഗൈസ്, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വണ്ടിയും കൂടി ഉണ്ട്. അത് ഇപ്പോഴാണ് നമ്മൾ ഓർത്തത് ഈ വണ്ടിയും കൂടി ഉണ്ടെന്നുള്ളത്. ഒരു കിടിലം വെന്യൂ ആണ്. ഫ്രണ്ടിലേക്ക് വരാം. ഇത് ഏത് മോഡലാണ് ബ്രോ? ഇത് 2023 6ാം മാസമാണ് ഇതിന്റെ രജിസ്ട്രേഷൻ വന്നത്. പുത്തൻ വണ്ടിയാട്ടോ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 29,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് നമ്മുടെ തന്നെ വണ്ടിയാണ്. നിങ്ങളുടെ തന്നെ വണ്ടിയാണ്? നമ്മുടെ രഞ്ജു നമ്മുടെ മുതലാളിയുടെ വണ്ടിയാണ്. കാറക്സിന്റെ ഓണറിന്റെ വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ വെന്യൂവിന്റെ അന്ന് ഏകദേശം 4,000 കിലോമീറ്റർ കണ്ട് ഓടിയപ്പോഴാണ് ആ വണ്ടിയുടെ യൂസർ റിവ്യൂ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ വണ്ടി കൊടുക്കുകയാണ്. പുള്ളി വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാനായിരിക്കും. പുതിയൊരു പ്രീമിയം കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വണ്ടി വെറുതെ കളയണ്ടല്ലോ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് ഓർത്ത് കൊടുക്കുന്നതാണ്.
2023 മോഡൽ വണ്ടിയാണ്. ഏകദേശം 30,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. SX ആണ്. ഈ വണ്ടിക്ക് സൺറൂഫ്, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ളതാണ്. SX. ഓക്കെ. ചെറിയൊരു നോയ്സ് ഉണ്ട് അവിടെ. ഇവിടെ കാർ വാഷ് ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നോയ്സ് വരുന്നത്, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എത്ര ചോദിക്കുന്ന വില? ഇത് പ്രൈസ് റേഞ്ച് വന്നിട്ട് 13,90,000 റുപ്പീസാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ചെക്ക് ചെയ്താൽ അറിയാം ഈ റേറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടൂല. അപ്പോൾ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്തിട്ട് ഞങ്ങൾ പറയാം 13,90,000 ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതിന് ഫിനാൻസ് ചെയ്ത് കൊടുക്കാമല്ലോ? ഫിനാൻസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് കൂടാണ്ട് വണ്ടിയുടെ നമ്പറും ഫാൻസി നമ്പറാണ് C1212. കൊച്ചി രജിസ്ട്രേഷൻ വണ്ടിയാണ്. പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സ്റ്റോക്ക് കമ്പനി സംഭവങ്ങൾ തന്നെയാണ്. അലോയൊക്കെ കമ്പനി വരുന്നതാണ്. ഇൻറ്റീരിയറിലാണ് ഈ പറഞ്ഞ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്യാം ബ്രോ. ഓക്കെ. ഇൻറ്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സീറ്റാണ്. ഒരു ടാൻ കളറിലുള്ള നല്ല കുഷ്യനിങ് ഉള്ള നല്ല കംഫർട്ടായിട്ടുള്ള തൈ സപ്പോർട്ടുള്ള സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. വേറെ എക്സ്ട്രാ എന്ന് പറയാനായിട്ട് ഒരു കാറുണ്ട്. പിന്നെ അടിപൊളിയാണ്. വേറെ 70 മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സീറ്റാണ്. ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ ഏറ്റവും പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മൈലേജ് റേഞ്ചാണ്. മൈലേജ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 20 ഇതാണ് പറയുന്നത്. നല്ല മൈലേജ് ആണ്. അന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു വണ്ടി എടുക്കാനുള്ള മെയിൻ റീസൺ മൈലേജ് ആണ്. അടിപൊളി മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നേരെ ബാക്ക് സൈഡ് കൂടി കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിലും അത് ഇവരുടെ സാധനങ്ങളാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സീറ്റ് സെറ്റാണ്. നേരെ ബാക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തോടാ. അപ്പോൾ പുതിയ വണ്ടിയാണ്. വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സമീപിച്ചോളുക വണ്ടി പോകുന്നതിന് മുന്നേ. അപ്പോൾ ഇത്തരം വണ്ടികളാണ് നമ്മൾ ഇന്ന് കാണിക്കാനുള്ളത്. ബാക്കി വണ്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ കാറക്സിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷോറൂമിലാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ കാർ വാഷ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കാർ വാഷ് ഇവിടെ എങ്ങനെയാണ് ബ്രോ? കാർ വാഷിന്റെ റേറ്റ് ഇപ്പോൾ നമുക്കൊരു ഹാച്ച് ബാക്ക് ഒക്കെയാണ് നമുക്ക് ഫുൾ സർവീസ് ഒരു 350 റുപ്പീസാണ് നമുക്ക് സ്റ്റാർട്ടിങ്. വേറെ 350 രൂപ ഉള്ളൂ. അണ്ടർ ബോഡി ഇന്റീരിയറും എല്ലാം കൂടി ചേർത്ത് 350 ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചൊരു വലിയ വണ്ടിയാണെങ്കിൽ നമ്മളൊരു ഇന്നോവയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 450, സിഡാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 400 ആ റേഞ്ചിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ടൂ വീലർ ഒക്കെ ആണെങ്കിലോ? ടൂ വീലർ ആണെങ്കിൽ നമുക്കൊരു 150 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിപ്പോൾ നേരെ കൊണ്ടുവന്നതില്ല, ബുക്കിംഗ് ആണ് സംഭവം. നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നിയർ ബൈ ഉള്ളതാണെങ്കിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് അവൈലബിൾ ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ? ആ നമ്പറിൽ കോൺടാക്ട് കാണിച്ചു. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വണ്ടി വന്ന് എടുക്കുന്നതായിരിക്കും. സൺഡേസും ഓപ്പൺ ആണ്. നമ്മുടെ ടൈമിംഗ് വന്നത് 8 to 8 ആണ്. മോർണിംഗ് 8 to 8 വരെയാണ്. വൈകിട്ട് 8 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുമല്ലോ. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വണ്ടികളെല്ലാം അടിപൊളി കിടിലൻ വണ്ടികളാണ്. ഇവിടെയുള്ള എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വേറെന്താ പറയാനുള്ളത്? പ്ലേസും ഷോറൂമിൻ്റെ പ്ലേസും കാര്യങ്ങളും പോലെ നമുക്ക് വൈൻഡപ്പ് പിടിച്ചിട്ട് പോവാം. അപ്പോൾ ഷോറൂമിൻ്റെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എന്തെങ്കിലും വണ്ടിയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ വരുന്നവർക്ക് ചായ കൂടി കുടിക്കാം കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ വണ്ടി നോക്കാം, നിങ്ങൾക്ക് ചായ കുടിക്കാം. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടല്ലോ ഇവിടെ ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. പേരെങ്ങനെയായിരുന്നു പറഞ്ഞത്? വൈശാഖ്. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നതിന്. അപ്പോൾ അപ്പുറത്തെ വീഡിയോ വരുമ്പോൾ വൈശാഖ് ആയിരിക്കുമോ? ഞാനോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കും അല്ലേ? അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് ടാറ്റ കൊടുക്കാം. ടാറ്റ.